റോഡുകൾ, നിലവിലുള്ള റോഡുകൾ പുതുക്കി പണിയാൻ MP ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല, MLA ഫണ്ടിൽ നിന്ന് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചില അനാവശ്യ നിയമങ്ങളുണ്ട്. ഇതൊക്കെ മാറ്റുന്നതിന് എന്തെങ്കിലും സംവിധാനം വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നതാണ്. അപ്പോ എന്താണ് അധികാര പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോ കഴിഞ്ഞ ദിവസം തൃപ്രയാർ അമ്പലത്തിനടുത്ത് ഒരു പ്രദേശത്ത്, ആ പ്രദേശത്തിന്റെ പേരെന്താ, നമ്മൾ കൂടിയ ആൽത്തറയറ ചെമ്മാപ്പള്ളി. പക്ഷേ അല്ല, ഉള്ളായിരുന്നു ആദ്യം ചെമ്മാപ്പള്ളിയിൽ ചെന്നപ്പോ അവിടെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സർവീസ് റോഡ് പണിഞ്ഞപ്പോഴേക്കും റീറ്റെയിലിംഗ് മോള് കെട്ടി ഏതാണ്ട് 60-70 വീടുകൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന, മഴ പെയ്യാത്തപ്പോഴും വെള്ളക്കെട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ വെച്ച് സൂചിപ്പിച്ചപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേയുടെ RO വിളിച്ചു. അവിടെ നിന്ന് പ്രാദേശിക കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥനെ ചട്ടം കെട്ടി അദ്ദേഹം വിളിച്ചു. ആ വിഷയം ഉന്നയിച്ച വാർഡ് നമ്പർ 1 ആ പഞ്ചായത്തിലെ വാർഡ് നമ്പർ 1 ഒരു 3-4 പേര്, ഒരു സ്ത്രീയാണ് ഉന്നയിച്ചത്. അവരുമായിട്ട് കൂട്ടിമുട്ടിച്ചു. പിറ്റേ ദിവസം ഉദ്യോഗസ്ഥര് ചെമ്മാപ്പള്ളിയിലെത്തി ആ വാർഡ് നമ്പർ 1 ഈ വിഷയം ഉണ്ടായ സ്ഥലം സന്ദർശിച്ചു. കൃത്യമായി അവിടെ നിന്നാണ് വിവരം കിട്ടുന്നത്. ഇത് റോഡ് പണിയുന്നതിന് മുമ്പ് തന്നെ വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലമാണ്. റോഡ് പണിയും കൂടെ ആയപ്പോൾ അത് കുറച്ചുകൂടി ദുരിതം കൂടിപ്പോയി. ഇതാണ് വിഷയം. ഏത് തന്നെയായാലും ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ആവാസ വ്യവസ്ഥിതി എന്ന് പറയുന്നത് സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനത്തിന് മാത്രമേ തണ്ടലുള്ള വികസനം എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അത് നടപടിയെടുക്കാൻ വേണ്ടി കൊടുത്തു. പഞ്ചായത്ത് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടതുണ്ട്. അതും അവിടെ വ്യക്തമായി. അത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പഞ്ചായത്തിനെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള മിടുക്ക് ആ സഭയിൽ ഉള്ളവർക്ക് ഉണ്ടാവണമെന്നുള്ള വിളംബരവും നടത്തിയിട്ടാണ് പോയത്. ഇതാണ് മറ്റവരെ ഇത്തിരി അസുഖം അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് തുടർന്നാൽ ഇതിന് ഞാൻ 14 ജില്ലയിലേക്കും പോകുന്നുണ്ട്. ഇത് തടയാൻ ആർക്കും പറ്റില്ല. ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണ്. ഞാൻ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കുന്നു. നടക്കില്ല കേട്ടോ. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുണ്ട്. ഈ സിനിമയിൽ ഇറങ്ങിയിട്ടില്ല. അതാണ് വേറെ. എന്തിനു സിനിമയിൽ ഇറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. അങ്ങനെ തന്നെ അത് ജനപക്ഷമാണ്. എന്തൊക്കെയാണ് വൈപ്പിനിലെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി നിങ്ങൾ 400 ചില്ലാനം കോടി അവിടെ ചെലവാക്കുന്നു. തുച്ഛമായ കോടികൾ മതി വൈപ്പിനിലുള്ളവർക്ക്. ഇത് പറഞ്ഞ രാഷ്ട്രീയമാകും. അത് രാഷ്ട്രീയ വികസനത്തിന്റെ ഭാഗമാണ്. അതിൽ സിനിമ ഭാഗവാക്കാവുന്നതാണ്. പക്ഷെ അതുപോലും അവര് പ്രചോദിപ്പിച്ചിട്ടില്ല. അല്ലേ? അവർക്ക് നിവേദനം വേണം, അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടെ, നല്ലതാണ്. ആ വേലായുധൻ ചേട്ടന് ഒരു വീട് കിട്ടിയതിൽ സന്തോഷമാണ്, നല്ല കാര്യം. ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അയക്കും. ആ പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നോളൂ. ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും കേട്ടോ. ആർജവം കാണിക്കണം, അതിനുള്ള ചങ്കൂറ്റവും കാണിക്കണം.